ഓക്കെ, അപ്പോൾ ഉപവാസ സമയത്തെ ക്രൈസിസുകളെ കുറിച്ചിട്ട് പറയാം. രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സ നടക്കുന്നു. ആ ചികിത്സയുടെ ഭാഗമായിട്ട് നമുക്ക് വരുന്ന ചെറിയ വിഷമസന്ധികൾ, അതാണ് ഹീലിംഗ് ക്രൈസിസ് എന്നുള്ളൊരു പദം കൊണ്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഏത് തരത്തിലുള്ള ക്രൈസിസുകൾ നമുക്ക് വരുമ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അസ്വസ്ഥതകൾ മാത്രമാണ്. ക്രൈസിസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു പദമല്ലല്ലോ. പക്ഷെ ഫാസ്റ്റിങ്ങിൽ വരുന്ന എല്ലാ ക്രൈസിസുകളും വാസ്തവത്തിൽ വളരെ പോസിറ്റീവാണ് എന്നുള്ളതാണ് വാസ്തവം. ഓരോ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരിലും വ്യത്യസ്ത തരത്തിലുള്ള ക്രൈസിസുകളാണ് വാസ്തവത്തിൽ ഉണ്ടാവുക. അപ്പം അവിടെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു കാലിലൊരു മുള്ള് തറയ്ക്കുമ്പോൾ ഒരു വേദന ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഷോൾഡർ ഒന്ന് ഡിസ്ലൊക്കേറ്റ് ആവുമ്പോൾ നമുക്ക് നല്ല വേദന ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ ഒരു ചികിത്സ എന്താ? വീണ്ടും അത് കൃത്യം പൊസിഷനിലേക്ക് വെക്കുക എന്നുള്ളതല്ലേ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ചികിത്സ. പക്ഷെ ഇത് പൊസിഷനിലേക്ക് വെക്കണമെങ്കിൽ ഒരു വേദന ഉണ്ട്. അത് ഭയങ്കരമായിട്ടുള്ള വേദനയല്ല, അതായത് ഡിസ്ലൊക്കേഷൻ ഉണ്ടാവുന്ന അത്രയും ഇല്ലെങ്കിലും ഇതും കുറച്ച് വേദനയുള്ളതൊക്കെ തന്നെയാണ്. ഈ ഒരു തരത്തിൽ മനസ്സിലാക്കണം ചികിത്സയെ. കാരണം ഇത് പൊസിഷനിലേക്ക് വീഴുന്നതോടുകൂടി ആ രോഗചികിത്സ തീർന്നു. ഇതേപടി നമ്മുടെ ശരീരത്തിൽ രോഗമുണ്ടാവുക, ആരോഗ്യക്കുറവ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരുപാട് തരത്തിലുള്ള അസ്വസ്ഥതകൾ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഫാസ്റ്റിംഗ് പോലെയുള്ള ചികിത്സകളിൽ എന്താ സംഭവിക്കുന്നത്? എന്ത് കാരണം കൊണ്ട് ഈ രോഗമുണ്ടായി എന്നുള്ളത് ശരീരം സ്വയം രോഗനിർണയം നടത്തുക ചെയ്യുന്നത്. സെൽഫായിട്ടാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. നമ്മൾ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കൂടാതെ ഫാസ്റ്റിംഗ് തെറാപ്പി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മളുടെ ബുദ്ധി കൊണ്ട് എന്തെങ്കിലും ഒന്ന് വേറൊരു ശരീരത്തിൽ ചെയ്തു കൊടുക്കുകയല്ല, ഒരു ഡോക്ടർ ഒരു ചികിത്സ കൊടുക്കുകയൊന്നുമല്ല ചെയ്യുന്നത്, ഒരു ഔഷധ പ്രയോഗമൊന്നുമില്ല. അപ്പൊ അവിടെ സ്വന്തം ശരീരമാണ് ചികിത്സകനായിട്ട് വർത്തിക്കുന്നത്. അപ്പൊ സ്വന്തം ശരീരത്തിൽ എന്തൊക്കെ കേടുപാടുകൾ, എന്തെല്ലാം കാരണം കൊണ്ട് എത്രത്തോളം ആഴത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു ഡയഗ്നോസിസിലേക്ക് എത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സ്വയം ചികിത്സ ആരംഭിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ ഒരു ഹീമോഗ്ലോബിൻ കുറവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതല്ലല്ലോ ശരീരം നോക്കുന്നത്. കാരണം ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ബോഡി തന്നെയല്ലേ. അപ്പൊ ഏത് തരത്തിലുള്ള എന്ത് ബ്ലോക്കാണ് ഈ HB കുറഞ്ഞിരിക്കാൻ കാരണം എന്നുള്ളത് ശരീരം സ്വന്തമായി കണ്ടെത്തി പരിഹരിക്കും. കാരണം എല്ലാ തരത്തിലും നമുക്ക് ആരോഗ്യക്കുറവുകൾ ഉണ്ടാവുമ്പോൾ അത് പരിഹരിക്കാനായിട്ടുള്ള ഒരു ശ്രമം മനുഷ്യന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. നമ്മളുടെ ഒരു ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ലോ. ഇപ്പൊ ഒരു ഹീമോഗ്ലോബിൻ കുറഞ്ഞു പോയാൽ എന്തെങ്കിലും കുറച്ച് ഈത്തപ്പഴം കഴിക്കുകയോ, അല്ലെങ്കിൽ എള്ള് കഴിച്ചു, പിന്നെന്താണ് ബീട്രൂട്ട് നീര് കഴിച്ചു, അനാറ് കഴിച്ചു, ഇങ്ങനെ പലതരത്തിലും സ്വയം ഒന്ന് ചികിത്സിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും അയൺ ക്യാപ്സ്യൂളുകൾ മേടിച്ച് കഴിച്ചു, സപ്ലിമെന്റ് ഒക്കെ എടുക്കുന്നുണ്ടായിരിക്കും. എന്നാലും പലപ്പോഴും ഈ ഒരു പ്രത്യേക പ്രശ്നം സോൾവ് ആവാതെ നിൽക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഒരു വിധത്തിൽപ്പെട്ട മിക്കവാറും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു ചികിത്സ എന്ന് പറയുന്നത് ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്നതാണ്. ദീർഘകാലം മരുന്ന് ഉപയോഗിക്കുക എന്നുള്ളതാണ് സാധാരണയായിട്ട് ചെയ്തു പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് എന്താണ് കൃത്യമായിട്ടുള്ള കാരണമെന്ന് കണ്ടെത്താൻ ശരീരത്തിന് എളുപ്പം സാധിക്കും. പുറമെന്ന് മനുഷ്യന്റെ ബുദ്ധിക്ക് സാധിക്കാത്ത പലതും ശരീരത്തിന് സാധിക്കും. അത് ഈ ഫാസ്റ്റിംഗ് പീരീഡിൽ വളരെ കൃത്യതയിൽ സംഭവിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ ഉള്ള ബ്ലോക്കുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാരണം കൊണ്ടാണ്, ഇപ്പോൾ HBയുടെ ഉദാഹരണം തന്നെ എടുക്കുകയാണെങ്കിൽ ഹീമോഗ്ലോബിൻ എന്താണ് ഇങ്ങനെ കുറഞ്ഞു നിൽക്കുന്നത്, രക്തക്കുറവിന്റെ കാരണം എന്താണെന്നുള്ളത് കണ്ടെത്തി ആ ഒരു കാരണത്തെ പരിഹരിക്കാനായിട്ടുള്ള ഒരു അവസരം ശരീരത്തിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കറക്ഷൻ ശരീരത്തിൽ നടക്കുമ്പോഴും അത് നമ്മൾ അറിയും. വളരെ ചെറിയ പ്രശ്നങ്ങളാണ് പരിഹരിക്കപ്പെടുന്നതെങ്കിൽ അത് നമ്മളുടെ അറിവിലേക്ക് വരില്ല. പക്ഷെ കുറച്ച് തീവ്രത കൂടിയിട്ടുള്ള ഏതൊരു ആരോഗ്യ പ്രശ്നം, ഏതൊരു രോഗവും പരിഹരിക്കാനായിട്ട് ശരീരം ശ്രമിക്കുമ്പോഴും അവിടെ ചെറിയൊരു ക്രൈസിസ് ഉണ്ടാക്കും. എന്തിനു വേണ്ടിയാ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? ഇപ്പൊ ഒരു നടുവേദന ചികിത്സിക്കുകയാണെന്ന് കരുതുക. നടുവേദന ചികിത്സിക്കുമ്പോൾ എന്തിനു വേണ്ടിയാ നമുക്ക് ഒരു ക്രൈസിസ് ഉണ്ടാക്കി കിടത്തുന്നത്? ഇപ്പൊ ജീവനത്തിൽ ചികിത്സ എടുക്കുന്നു, നടുവേദനയുള്ള ഒരാള് ഇവിടെ കിടന്ന് ചികിത്സിക്കുകയാണ്. അയാൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഉപവാസത്തിന്റെ ഫാസ്റ്റിങ്ങിന്റെ ഒരു പ്രത്യേക ദിവസം അദ്ദേഹത്തിന് വേദന കൂടുതലാവുന്നു. പ്രത്യേകമായിട്ട് എന്തെങ്കിലും അദ്ദേഹം ചെയ്തതിന്റെ ഭാഗമായിട്ടല്ല ഈ വേദന കൂടുന്നത്.
കാരണം ഇവിടെ മിക്കവാറും റെസ്റ്റിന്റെ ഒരു ആഴത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് വിടാനാണ് എല്ലായ്പ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തതിന്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചികിത്സ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഈ വേദന കൂടിയത് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. മറിച്ച് ഈ ഉപവാസ ദിവസം ശരീരം ഒരു പ്രത്യേക എല്ലാ പ്രശ്നങ്ങളെയും ഒന്നിച്ച് ചികിത്സിച്ച് ഭേദമാക്കാനായിട്ടുള്ള ഒരു ശേഷി ശരീരത്തിനില്ല. ഓരോ പ്രത്യേക പീരീഡിലും പ്രത്യേകം ഭാഗങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ശരീരം ചികിത്സ നടപ്പിലാക്കുന്നതായിട്ട് കാണുന്നത്. ഇന്ന് നടുവിന്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചികിത്സയാണ് ശരീരം നടത്തുന്നതെങ്കിൽ ആ ദിവസം നമുക്ക് നടുവേദന ശരീരം ഉണ്ടാക്കുന്നു. എന്തിനു വേണ്ടി? അവിടെ ചികിത്സയുടെ തീവ്രത കൂടുമ്പോഴാണ് വാസ്തവത്തിൽ നമുക്ക് സിംറ്റംസ് കൂടി കാണുന്നത്, അസ്വസ്ഥത കൂടി കാണുന്നത്. അപ്പോൾ നടു വേദനിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ അവിടെ കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് കൊടുത്തോളും, തീരനങ്ങാതെ അവിടെ കിടന്നോളും. അങ്ങനെ ആഴത്തിലുള്ള ഒരു റെസ്റ്റ് കിട്ടുമ്പോൾ ശരീരത്തിൽ സ്വയം നടത്തുന്ന ഈ ചികിത്സ വളരെ കാര്യക്ഷമമായിട്ട് ശരീരത്തിന് നടപ്പിലാക്കാനായിട്ട് സാധിക്കും. നമ്മളൊരു മെഷീൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് റിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടല്ലേ? ഒരു ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടെ റിപ്പയർ ചെയ്യൽ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത് പോലെ നമ്മൾ പണിയെടുത്തുകൊണ്ടേയിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു റിപ്പയർ നടത്തുക എന്ന് പറയുന്നത്, ഒരു കറക്ഷൻ നടത്താൻ ശരീരത്തിനും ബുദ്ധിമുട്ടാണ്. അതിനുവേണ്ടി നമ്മളെ റെസ്റ്റ് ചെയ്യിപ്പിക്കും. റെസ്റ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ ശരീരത്തിന്റെ ഒരു ഭാഷയാണിത്. ആ ഭാഷ നമ്മൾ ഈ ഹീലിംഗ് ക്രൈസിസ് എന്നൊക്കെ പറയും. പെയിൻ ഉണ്ടാക്കുക, നടുവിന് വേദന ഉണ്ടാക്കി. മുട്ടുവേദനയുള്ള ഒരാൾക്കാണെങ്കിൽ മുട്ടിന് വേദന ഉണ്ടാക്കി. ഇപ്പൊ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ള ഒരാൾക്കാണെങ്കിൽ അവിടെ വേദനകളായിരിക്കില്ല. അവിടെ ചിലപ്പോൾ മനംപുരട്ടലായിട്ടോ അല്ലെങ്കിൽ അസിഡിറ്റി പോലെയായിട്ടോ നെഞ്ചിരിച്ചലായിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഛർദി തന്നെയായിട്ടോ ഒക്കെ ആയിരിക്കാം അവരിൽ ക്രൈസിസുകൾ ഉണ്ടായിരിക്കുക. ഇനി കഴുത്ത് വേദനയുള്ള ഒരാൾക്കാണെങ്കിൽ അയാളുടെ കഴുത്തിലേക്കും കൈകളിലേക്കും ഒക്കെ വേദനിപ്പിച്ചുകൊണ്ടായിരിക്കാം അയാളെ വിശ്രമിപ്പിക്കുന്നത്. പലതരത്തിലും ശരീരം എന്ത് ചെയ്യിപ്പിക്കാൻ നോക്കും? റെസ്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട് നോക്കും. ഇനി അയാളൊരു സ്ട്രെസ്സിന് വിധേയനായ വളരെയധികം സ്ട്രെസ് അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ ഈ സ്ട്രെസ് പോലും നമ്മുടെ തലച്ചോറ് ആവശ്യമില്ലാത്ത എല്ലാ ചിന്തകളെയും പുറത്തേക്ക് കളയുന്ന ഒരു അവസരമുണ്ട് ഈ ഫാസ്റ്റിംഗ് പീരീഡിൽ തന്നെ. സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഡീടോക്സിഫിക്കേഷൻ അത് നടക്കുന്ന ഒരു പീരീഡിൽ നമ്മൾ വളരെയധികം സ്ട്രെസ്ഡ് ആയിട്ടായിരിക്കും കാണുക. അപ്പൊ ആ സ്ട്രെസ്സിലിരിക്കാൻ നമുക്ക് മറ്റൊന്നിലേക്കും ശ്രദ്ധ തിരിക്കാനൊന്നും പറ്റില്ല. നമ്മൾ ആ ഒരു പ്രത്യേക എന്ത് കാരണം കൊണ്ടൊക്കെയാണോ നമുക്ക് സ്ട്രെസ് ഉണ്ടായത് ആ ഒരു ഏരിയയിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കും. അവിടെ ഒരു സ്ട്രെസ് മാനേജ്മെന്റ് അവിടെ ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. അപ്പൊ അതിന്റെ ഇടയിൽ ഓരോ ചെറിയ സപ്പോർട്ടുകളൊക്കെ ഇവിടെ സൈഡിൽ നിന്ന് ഡോക്ടർമാരൊക്കെ ചെയ്തു തരികയാണ് ചെയ്യുന്നത്. ആ കൂട്ടത്തിൽ ആ ഒരു പ്രത്യേക സമയം കഴിയുന്നതോടെ സ്ട്രെസ് മാനേജ്മെന്റും കഴിഞ്ഞു, സ്ട്രെസ്സും ഇല്ലാതെയാവുന്നു. ഓരോന്നും ഒരു ക്രൈസിസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ചികിത്സാ സമയത്ത്, പ്രത്യേകിച്ചും ഈ ഉപവാസ ചികിത്സ നടക്കുന്നതിനിടെ ക്രൈസിസുകൾ ഉണ്ടാവുന്നത് ഒരു തരത്തിലും രോഗവുമായി ബന്ധപ്പെട്ടതല്ല, മറിച്ച് രോഗചികിത്സയുമായി ബന്ധപ്പെട്ടത് മാത്രമാണ്. അപ്പൊ എല്ലായ്പ്പോഴും ഈ ക്രൈസിസിനെ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ കണ്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് തോന്നുന്നു രോഗം മൂർച്ഛിക്കുകയാണോ എന്ന് തോന്നും. ഉപവാസത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്, നമ്മുടെ മാക്സിമം ഹെൽത്ത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഉപവാസ സമയം. അതിൽ എററുകൾക്കുള്ള സാധ്യത ഇല്ല. കാരണം നമ്മൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തെങ്കിലും ചെയ്താലല്ല അതിലൊരു എറർ വരുന്നത്. സൈഡ് ഇഫക്റ്റുകൾ ഇല്ല എന്നുള്ളത് ആണ് 100% ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യം. കാരണം ഒരു ഔഷധവും ഇല്ല, ഒരു ചികിത്സയും ഇല്ല. ഒരാള് മറ്റൊരാളുടെ മേലുപവാസം ചെയ്യുന്ന ഒരാളെ തൊടുക പോലും വേണ്ട ചികിത്സയ്ക്കായിട്ട്. ശരീരത്തിന് എത്രത്തോളം സ്വന്തം പ്രശ്നങ്ങളെ കണ്ടെത്തി സ്വന്തമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് സാധിക്കും അത്രയും മാത്രം ചികിത്സ നടപ്പിലാകും. അപ്പോൾ ഓരോരുത്തരിലും ഈ ചികിത്സയുടെ തോത് വ്യത്യാസമായിരിക്കും. അതായത് ഇപ്പോൾ ഒരു 10 പേരെ, ഒരേ രോഗമുള്ള ഒരു 10 പേരെ ഒരേ സമയം നമ്മൾ ചികിത്സിക്കുമ്പോൾ എല്ലാവരിലും ഒരേ തരത്തിലുള്ള ക്രൈസിസുകളായിരിക്കില്ല കാണാൻ പറ്റുക. ഈ 10 പേരും ഒരേപോലെ ഇമ്പ്രൂവ് ആയി വരുന്നതായിരിക്കില്ല കാണാനായിട്ട് സാധിക്കുക. അവനവന്റെ ആരോഗ്യം, അവനവന്റെ പ്രാണോർജത്തെ അടിസ്ഥാനപ്പെടുത്തി ഇരിക്കും രോഗചികിത്സയുടെ തീവ്രത. നല്ല പ്രാണോർജമുള്ള ഒരാളിലാണെങ്കിൽ, ഇപ്പൊ ഇത്തിരി ചെറുപ്പം ആളുകളിലൊക്കെ ആണെങ്കിൽ വളരെ വേഗത്തിലായിരിക്കും ചികിത്സ തുടങ്ങുക. അപ്പോൾ വളരെ വേഗത്തിൽ ചികിത്സ തുടങ്ങുക എന്ന് പറഞ്ഞാൽ ക്രൈസിസുകൾ വളരെ വേഗത്തിലായിരിക്കും തുടങ്ങുക. ഒരു ചെറുപ്പക്കാരനിലാണ് ഒരു നടുവേദനയുടെ ചികിത്സ നടക്കുന്നതെങ്കിൽ അവിടെ അയാളുടെ ചികിത്സ വളരെ വേഗത്തിൽ തുടങ്ങും. അയാൾക്ക് വന്ന് കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും
അയാളുടെ വേദന കൂടുന്നു, അസ്വസ്ഥതകളൊക്കെ ആവുന്നു. പക്ഷെ അയാളുടെ ചികിത്സ വളരെ വേഗത്തിൽ തീരുകയും ചെയ്യും. തീരുന്നത് എങ്ങനെയാണ്? അവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് മാത്രമല്ല, എന്ത് കാരണം കൊണ്ട് ഈ പ്രശ്നം ഉണ്ടായി അതുകൂടി ശരീരം പരിഹരിക്കും. ശരീരം സ്വന്തമായിട്ട് ചികിത്സ നടത്തുമ്പോൾ ഇങ്ങനൊരു ലാഭം കൂടി നമുക്കുണ്ട്. ഇനി വളരെ പ്രായം ചെന്ന ഒരാളിലാണ് ഈ ചികിത്സ നടത്തുന്നതെങ്കിൽ അവിടെ ചെറുപ്പക്കാരനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പ്രാണോർജ്ജം അത്രയധികം ഉണ്ടെന്ന് വിശ്വസിക്കാൻ വയ്യ. കാരണം ഇത് നമുക്ക് കാണാനും അറിയാനും സെൻസ് ചെയ്യാനും പറ്റില്ലല്ലോ. നമ്മളൊരു ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ടാണ് പറയുന്നത്. ചെറിയ ആളുകളിൽ ചെറുപ്പം പ്രായത്ത് നമുക്ക് പ്രാണോർജ്ജം കൂടുതലുണ്ട്. പിന്നെ ഒരുപാട് ദുർവിനിയോഗമൊക്കെ ചെയ്യും, കുറച്ചും കൂടിയൊക്കെ ഒന്ന് ആരോഗ്യമൊക്കെ ആയി വളർന്നു വരുമ്പോഴേക്കും. അപ്പൊ പ്രായമാകുമ്പോഴേക്കും പ്രാണോർജ്ജത്തിന്റെ അളവ് കുറയും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ചികിത്സ വളരെ സ്ലോയിലായിരിക്കും. പക്ഷെ അവിടെയും ചികിത്സ നടക്കും, അയാളുടെയും രോഗം മാറും. വേഗത വ്യത്യാസം ഉണ്ടായിരിക്കും മാത്രം. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ വേഗത വ്യത്യാസം വരുത്തുന്നത്? ഒരു രോഗം നമുക്കുണ്ടായാൽ നമ്മൾ മനസ്സുകൊണ്ട് ആ രോഗം മാറണമെന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി തീവ്രതയിലായിരിക്കും ശരീരം ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു പ്രത്യേക പ്രശ്നം പരിഹരിക്കുന്നതിനായിട്ട് ഒരുപാട് പ്രാണോർജ്ജം ശരീരം ഉപയോഗിക്കുന്നുണ്ട്. ഈ പ്രാണോർജ്ജം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ റെസ്റ്റ് ചെയ്യുക മാത്രമല്ലല്ലോ എല്ലായ്പ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിത്യജീവിതത്തിലാണെങ്കിൽ വേറെ ഒരുപാട് ജോലികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രത്യേക ആരോഗ്യ പ്രശ്നം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യുക എന്നുള്ളതിനാണ് പ്രാധാന്യം കൂടുതൽ. അപ്പൊ അവിടേക്ക് മാത്രം ഈ എനർജിയെ തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള ജോലികളിൽ നിന്നും നമ്മൾ വിട്ടുപോയിക്കൊള്ളണം. ബാക്കിയുള്ളതിന് വേണ്ടിയിട്ട് ഈ ഒരു ഊർജത്തെ ചെലവഴിക്കാനായിട്ട് നമ്മൾ നിൽക്കരുത്. അങ്ങനെയാണെങ്കിൽ വളരെ തുടക്കത്തിൽ തന്നെ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ സാധാരണഗതിയിൽ നമ്മൾ അത്തരത്തിലൊരു റെസ്റ്റ് കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ഒരു ചികിത്സയ്ക്ക് വേണ്ടി മാത്രം മുഴുവൻ പ്രാണോർജ്ജത്തെയും കേന്ദ്രീകരിക്കാനായിട്ട് ശരീരത്തിന് സാധിക്കുകയില്ല. പക്ഷെ സാധാരണഗതിയിൽ നമുക്ക് വരുന്ന ഈ പനിയും കഫക്കെട്ടും അങ്ങനെ പെട്ടെന്ന് വരുന്ന തീവ്ര രോഗങ്ങൾ എന്ന് പറയാവുന്നവ, ഒരു വൈറൽ ഫീവർ വന്നു, അപ്പൊ അവിടെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും നമുക്ക് ക്ഷീണം വരികയാണ്, അത്രയും നമ്മൾ തളർന്നു പോവുകയാണ്. ഒരു പനി വരുമ്പോൾ എന്തിനാ ഇത്ര അധികം ക്ഷീണിക്കുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ ഇത്തിരി കഫക്കെട്ട് കൂടുതലായിട്ട് വന്നു, അല്ലെങ്കിൽ ലൂസ് മോഷനായി, ഛർദിയായി, എന്തിനും കൂട്ടത്തിൽ നമുക്കൊരു ക്ഷീണമുണ്ട്, അല്ലാതെ തളർന്നു പോകുന്നുണ്ട് ശരീരം. അതെന്തിനു വേണ്ടിയായിരിക്കും? ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വലിയ എനർജി ശരീരം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയം മറ്റൊരു തരത്തിലുള്ള പ്രവൃത്തിക്കും എനർജി ശരീരം നൽകുന്നതല്ല. കാരണം അത്രയധികം പ്രാണോർജ്ജത്തെ ചെലവഴിക്കാനായിട്ട് പാടില്ല. കാരണം പ്രാണോർജ്ജത്തെ നമ്മൾ മുൻപ് നിയമങ്ങൾ പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ട്. കുറേശ്ശെ മാത്രമേ പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാണോർജ്ജത്തെ ശരീരം വിട്ടുതരുള്ളൂ. കാരണം ഇത് ഉപയോഗിച്ച് തീർത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റീഫില്ല് ചെയ്യാൻ അത്ര എളുപ്പമല്ല. ആഹാരം കഴിച്ചുണ്ടാക്കുന്ന എനർജി പോലെ നമ്മുടെ പ്രാണോർജ്ജം എന്ന് പറയുന്നത് അത്ര എളുപ്പം റീഫില്ല് ചെയ്യാൻ പറ്റുന്നതല്ല. ഫാസ്റ്റിങ്ങിലൂടെയൊക്കെയാണ് അതിന്റെ ഒരു റീഫില്ലിങ് നടക്കുന്നത്. അപ്പൊ എപ്പോഴെപ്പോഴും ഒരാൾക്ക് ഫാസ്റ്റിംഗ് ചെയ്തിരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ശരീരം എന്ത് ചെയ്യും? ഏറ്റവും അത്യാവശ്യത്തിന് മാത്രമേ ഈ ഒരു എനർജീനെ ഉപയോഗപ്പെടുത്തുകയുള്ളൂ. കൂടുതൽ സംഭരിച്ചു വെക്കും. എത്രത്തോളം ഉപയോഗിക്കണം എന്നുള്ളതിനേക്കാൾ എത്രത്തോളം അനാവശ്യമായിട്ട് ഉപയോഗിക്കരുത് ഈ ഊർജം എന്നുള്ളതിനാണ് ശരീരം എല്ലായ്പ്പോഴും പ്രാധാന്യം കൊടുക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു രോഗചികിത്സയ്ക്ക് വേണ്ടി എനർജി നൽകുമ്പോൾ ബാക്കി പ്രവർത്തികളൊക്കെ നിർത്തിവെക്കാനായി ശരീരം നിർബന്ധിക്കുന്നു. അപ്പൊ അതിനു വേണ്ടിയാണ് ഈ ചികിത്സയോടൊപ്പം അല്ലെങ്കിൽ രോഗത്തിനോടൊപ്പം ക്ഷീണം വരുന്നത്. രോഗചികിത്സയിലും ക്ഷീണം വരുത്തുന്നത് ഇതിനു വേണ്ടി തന്നെയാണ്. അപ്പൊ പ്രായം കൂടുതലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഉള്ള പ്രാണോർജ്ജം മുഴുവൻ എടുത്തുകൊണ്ട് ഒരു രോഗചികിത്സ നടത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് പ്രാണോർജ്ജം തുടർന്നും വേണ്ടേ ജീവിക്കാനായിട്ട്? അപ്പൊ വളരെ കുറേശ്ശെ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു രോഗചികിത്സയ്ക്ക് ശരീരം തയ്യാറാവുക. അപ്പൊ ഇങ്ങനെ ചെലവഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് റീഫില്ല് ചെയ്യാനായിട്ട് ശരീരം എന്ത് ചെയ്യും? കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ അങ്ങോട്ട് ക്ഷീണിപ്പിക്കും, തളർത്തി അവിടെ കിടത്തും. നല്ല വണ്ണം റെസ്റ്റിലാണ്. അതായത് ശാരീരികമായും മാനസികമായും ഇന്ദ്രിയങ്ങളുടെ തലത്തിലും ആന്തരിക അവയവങ്ങളുടെ തലത്തിലും എല്ലാം കിട്ടുന്ന വിശ്രമത്തിലൂടെ മാത്രമാണ് ഈ നഷ്ടപ്പെട്ട പ്രാണോർജ്ജം നമ്മളിൽ വീണ്ടും നിറയും എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ അതുപോലെ ഒരു ക്ഷീണം ഈ രോഗചികിത്സാ സമയത്ത് ശരീരം ഉണ്ടാക്കും. കാരണം ചെലവഴിക്കാതെ നിവൃത്തിയില്ല. രോഗമുണ്ടാവുമ്പോൾ ശരീരത്തിന് കറക്റ്റ് ചെയ്തേ മതിയാവും. കറക്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് എനർജി ചെലവഴിച്ചേ മതിയാവും. അപ്പൊ പ്രാണോർജ്ജം ചെലവഴിക്കുന്നതിനനുസരിച്ച് കുറേശ്ശെ
റീഫില്ലാവുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ട് മാത്രമാണ് ഈ ഒരു ചികിത്സയ്ക്ക് പോലും ശരീരം തയ്യാറാവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ആഴത്തിലുള്ള ഒരു ചികിത്സയ്ക്ക് എല്ലാ അനുകൂല സാഹചര്യങ്ങളും തയ്യാറാക്കുക എന്നുള്ളതാണ് ഈ ഉപവാസത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഉപവാസത്തിലൂടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഉപവാസത്തിലൂടെ ഒരു രോഗം മാറുന്നത് എത്രത്തോളം കമ്പാരിറ്റീവ്ലി ബുദ്ധിമുട്ടില്ലാത്ത തരത്തിലാണ് എന്നുള്ളതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇപ്പോൾ ഒരു കാലിലൊരു മുള്ള് തറച്ചു, അത് കാലങ്ങളോളായിട്ട് ആ മുള്ള അവിടെ ഇരിക്കുന്നുണ്ട്, അവിടെ സൈഡിലൊക്കെ ആകെ പഴുപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു മുള്ളിനെ തിരികെ നമുക്ക് പറിച്ചെടുക്കണമെങ്കിൽ വല്ലാത്ത ഭയമുണ്ട്. കാരണം വേദനിക്കും, ആ ഭാഗത്ത് ആകെ നീരും വീക്കവും വേദനയൊക്കെ ആയിട്ട് വല്ലാത്ത അസ്വസ്ഥതയായിട്ട് ഇരിക്കുകയാണെന്നുള്ളതുകൊണ്ട് ഈ മുള്ള് നമ്മൾ തൊടില്ല. എന്നാൽ അവിടെ സൈഡിലൊക്കെ ഐസൊക്കെ വെച്ച് തണുപ്പിച്ചു, നമുക്ക് വേദനയൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് സ്വയം ഒരു ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാലോ, അപ്പൊ ഒരുപക്ഷെ ഈ മുള്ളിനെ വലിച്ചെടുത്ത് കളയാനായിട്ട് നമ്മൾ തയ്യാറാവും. അതൊന്ന് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഹീലിംഗ് അവിടെ ശരീരം സ്വന്തമായിട്ട് നടത്തിക്കോളും. കുറച്ച് സമയത്തിനുള്ളിൽ, കുറച്ച് ദിവസങ്ങൾക്കുള്ളിലെങ്കിലും ബാക്കിയുള്ള ഈ പഴുപ്പും കാര്യങ്ങളൊക്കെ കളഞ്ഞ് അവിടെ നോർമൽ, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ പാദം എത്തും. ഇതേപടി നമ്മുടെ ശരീരത്തിൽ ഒരു തരത്തിലും അനാവശ്യമായിട്ടുള്ള എനർജി ലോസ് ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ ഉറപ്പ് കൊടുക്കുകയാണ് ഉപവാസത്തിലൂടെ. ശാരീരികമായിട്ട്, കായികമായിട്ടുള്ള വിശ്രമം, മാനസികമായിട്ടുള്ള വിശ്രമം, ഇന്ദ്രിയങ്ങൾക്കൊക്കെ വിശ്രമം കൊടുത്തു, ഭക്ഷണമൊക്കെ നിയന്ത്രിച്ചുകൊണ്ട്, അല്ലെ ഭക്ഷണമൊക്കെ കുറച്ചുകൊണ്ട്, പാനീയങ്ങളോ അല്ലെങ്കിൽ പഴങ്ങളോ ശുദ്ധജലമോ ഒക്കെ മാത്രമാക്കി മാറ്റിക്കൊണ്ട് ആന്തരിക അവയവങ്ങൾക്കുള്ള ജോലിഭാരമൊക്കെ ഒഴിവാക്കുന്നു എന്ന് ഉറപ്പ് കൊടുക്കുമ്പോൾ അവിടെ ചികിത്സയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവുക. ഇങ്ങനെ ഒരു അവസ്ഥയിൽ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ ഒരറ്റത്തു നിന്ന് ശരീരത്തിന് പതിയെ പതിയെ ചികിത്സിച്ചു തുടങ്ങാം. പ്രശ്നങ്ങളെ ഭേദമാക്കാനായിട്ടുള്ള ഒരു അവസ്ഥ വരികയാണ്. വളരെ സാധാരണമായിട്ട് വരുന്ന ക്രൈസിസുകളാണ്. ക്രൈസിസ് എന്നുള്ളതിനേക്കാൾ ലക്ഷണങ്ങൾ, ഇപ്പോൾ ഞാൻ ഉപവാസത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതിന്റെ ലക്ഷണങ്ങളാണ് പല്ലിലൊക്കെ ഒരു പശപശപ്പ് പോലെ വരും, പല്ലൊക്കെ ഇങ്ങനെ ഒട്ടാനായിട്ട് തുടങ്ങാം കടിക്കുമ്പോൾ, നാക്കിലൊക്കെ ഒരു വെളുത്ത കോട്ടിംഗ് ഒക്കെ വരുന്നു, അതുപോലെ ചിലർക്ക് വായുനാറ്റം ഭയങ്കരമായിട്ട് വരും, വിയർപ്പിന്റെ ഭയങ്കരമായിട്ടുള്ള ദുർഗന്ധം വരും, കണ്ണിൽ ചിലർക്ക് പീളകെട്ടലുണ്ടാവും, പിന്നെ യൂറിന്റെ ഒക്കെ സ്മെല്ലൊക്കെ മാറി ഒരു അസിഡിക് സ്മെല്ലിലേക്കൊക്കെ വരിക, പിന്നെ മോഷനൊക്കെ വളരെ പഴകിയതും അല്ലെങ്കിൽ ചിലപ്പോൾ ലൂസ് മോഷൻ പോലെയൊക്കെ ആയി മാറുക, സ്കിന്നിലൊക്കെ ചിലർക്ക് മേലൊക്കെ തരിതരിയായിട്ട് ഇങ്ങനെ തടിച്ചു പോന്തും, ഇതുപോലെ ലിവറിന്റെ പ്രശ്നങ്ങളോ ഒക്കെ ഹീൽ ചെയ്യാനുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിലൊക്കെ ഒരു പ്രത്യേക സമയമാകുമ്പോൾ ചൊറിയാനും ചെറിയ കുരുക്കൾ പോലെ ഉണ്ടാവാനും പിന്നീട് അത് എല്ലാം തനിയെ ഇല്ലാതെയായി പോവാനും, അപ്പൊ ആദ്യം മുഴുവൻ ശരീരമൊക്കെ ഒരു പിങ്ക് കളറായി, പിന്നീട് അതൊരു ബ്ലൂയിഷ് കളറായി, പിന്നെ അതിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് സ്കിന്ന് മുഴുവൻ പീൽ ചെയ്ത് പോവുക. അപ്പൊ അവിടെ പുറമെ കാണുന്നത് നമുക്കൊരു രോഗാവസ്ഥ പോലെയാ, ഒരു സെല്ലുലൈറ്റിസ് ഒക്കെ പോലെ, എന്തോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പോലെയൊക്കെയാണ് പുറമെ കാണുന്നത്. പക്ഷെ വാസ്തവത്തിൽ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, പകരം ലിവറിന്റെ ഒരു പ്രത്യേക ആരോഗ്യ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഒരു രീതിയിലാണ് ശരീരം ചികിത്സിച്ചുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ നല്ല നടുവിന് നല്ല കംപ്ലൈന്റ് ഉള്ള ഒരാൾക്ക്, നടുവേദനയുണ്ട്, ഇപ്പൊ ഡിസ്കിന്റെ കംപ്ലൈന്റ് ഒക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫാസ്റ്റിങ്ങിന്റെ ഒരു പ്രത്യേക സമയത്ത് ഒരുപക്ഷെ കാലുകളൊക്കെ നമ്പായിട്ടിരിക്കുന്ന അവസ്ഥ പോലും ഉണ്ടാവാം. അപ്പൊ അവിടെ ഇപ്പൊ എന്താ സെൻസേഷൻ എനിക്ക് നഷ്ടപ്പെട്ടോ എന്ന തരത്തിലല്ല ചിന്തിക്കേണ്ടത്, മറിച്ച് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ ഒരു ചികിത്സ നടക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒരു പ്രത്യേക സമയത്തിയപ്പോൾ കാലിലേക്കുള്ള വേദന മാറി ഒരു മരവിപ്പായി, എനിക്ക് സെൻസേഷനെ പോയിരിക്കുന്നു, പക്ഷെ ഇതിനെല്ലാം കുറച്ച് സമയമേ ആയുസുണ്ടാവുള്ളൂ. ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഒരു പക്ഷെ വേദനയേ ഇല്ലാത്ത ഒരവസ്ഥയായിരിക്കും. രോഗശമന വിഷമസന്ധി എന്ന് പറയുമ്പോൾ ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് നേരത്തെ കൂട്ടിയിട്ട് നമുക്ക് പറഞ്ഞു തരാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ചില ആളുകൾക്ക് ഇപ്പൊ വയറിന്റെ ദഹനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ചിലപ്പോൾ നല്ല തലവേദനയായിരിക്കാം ചികിത്സാ സമയത്തുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട്. പക്ഷെ അവിടെ തലവേദനയാണ് എന്റെ രോഗമെന്ന് കരുതിയാലോ, അല്ലെങ്കിൽ തലവേദന എന്ന് പറയുന്ന പുതിയൊരു പ്രശ്നം എനിക്ക് ഉണ്ടായിരിക്കുന്നു എന്ന തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ അറിവിൽ തെറ്റുപറ്റിപ്പോയി, അവിടെ നമ്മുടെ ചിന്ത നെഗറ്റീവായി. അങ്ങനെയല്ലാതെ ഫാസ്റ്റിംഗ് സമയത്ത് ശരീരത്തിന് തെറ്റ് സംഭവിക്കുകയില്ല എന്ന് ഉറപ്പിക്കണം. ആകെ നമ്മൾ അതിനുവേണ്ടി ചെയ്തു കൊടുക്കേണ്ട 4 തരത്തിലുള്ള വിശ്രമങ്ങൾ: ശരീരം, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ആന്തരിക അവയവങ്ങൾ. ഈ 4 തരത്തിലും നമ്മൾ വിശ്രമം കൊടുത്തുകൊണ്ട് കാത്തിരിക്കുക. കറക്ഷൻ അവിടെ സ്വാഭാവികമായിട്ട് നടക്കേണ്ടതാണ്. മനുഷ്യന്റെ ബുദ്ധി ഉപയോഗിക്കാതിരിക്കുക. ഏത് തരത്തിലുള്ള ക്രൈസിസ് വരികയാണെങ്കിലും ഈ ക്രൈസിസ് നമുക്ക് എതിരായിട്ടല്ല വരുന്നത് എന്നുള്ളത് ഉറപ്പിക്കണം.
കാരണം ഓരോരുത്തരും ഓരോ തരത്തിലുള്ള ഉപവാസമല്ലേ എടുക്കുന്നത്. എല്ലാവരും ഒരേപോലെ നാളെ മുതൽ എല്ലാവരും വാട്ടർ ഫാസ്റ്റിംഗ് എന്നുള്ള രീതിയല്ല. ഓരോരുത്തരുടെ ആരോഗ്യം അനുസരിച്ച് ഇപ്പം മരുന്ന് കഴിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക തരത്തിലുള്ളതായിരിക്കും. മരുന്നും കാര്യങ്ങളും ഒന്നുമില്ല, അത്യാവശ്യം നല്ല ഫിറ്റാണ് എന്ന് കാണുകയാണെങ്കിൽ വെള്ളം മാത്രം കുടിച്ചുകൊണ്ടുള്ള ഉപവാസമായിരിക്കും. ഇനിയിപ്പോൾ വേറെയും നിരന്തരമായിട്ട് കഴിക്കേണ്ട മെഡിസിൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ പഴങ്ങൾ കഴിച്ചുകൊണ്ട് ഉള്ള ഉപവാസമായിരിക്കും. ഓരോരുത്തരുടെ ആരോഗ്യമൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഇത് നിർദ്ദേശിക്കുന്നുണ്ടായിരിക്കുക. അപ്പം ചെയ്യുന്ന സമയത്ത് ശരീരത്തിൽ ഒരു തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവില്ല എന്ന് ആദ്യം ഉറപ്പിക്കണം. അതൊരു വിശ്വാസമല്ല, അതൊരു ഉറപ്പാണ്. കാരണം അതൊരു വാസ്തവമാണ്. കാരണം എന്തെങ്കിലും പ്രവൃത്തി ചെയ്തൊരു കാര്യമായിട്ട് ഞാൻ എന്തോ ചെയ്യാൻ പോകുന്നു എന്ന തരത്തിലുള്ള ഒരു ചിന്തയല്ലാതെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ശരീരം കൊണ്ട് ചെയ്യുന്നില്ല, എന്റെ ബുദ്ധി കൊണ്ടും ചെയ്യുന്നില്ല. എന്റെ ബുദ്ധിയെ ഇടപെടുത്താതിരിക്കുന്ന രോഗചികിത്സയിൽ എന്റെ ബുദ്ധിയെ ഒട്ടും ഇടപെടുത്താതിരിക്കുന്ന ഒരു ദിവസം ഇന്ന് മുഴുവനായിട്ട് ഞാൻ എന്റെ ശരീരത്തെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഞാൻ സറണ്ടർ ആയിരിക്കുന്നു. കാരണം എന്തുകൊണ്ടാണ്? എന്റെ ബുദ്ധി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ, എന്റെ ബുദ്ധി എന്റെ ചികിത്സയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കും, അതെന്താ ഇപ്പം എനിക്ക് തലവേദനിച്ചത്, അല്ല എന്താ ഇപ്പം എൻ്റെ നടുവേദന കൂടുന്നത്, അല്ലെങ്കിൽ ഇന്നെന്താ എനിക്ക് മോഷൻ പോകാതിരുന്നത്. ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നുകൊണ്ടിരിക്കും. കാരണം നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ആർജിത വിജ്ഞാനം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അറിവിൽ വളരെയധികം വൈകല്യങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ ശരീരത്തെ കുറിച്ച് അറിയാം എന്ന് വിശ്വസിക്കരുത്. കാരണം നമുക്കൊന്നും അറിയില്ല. നമുക്ക് ഒരു സെല്ലിനെ കുറിച്ച് പോലും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീരാനായിട്ട് പറ്റിയിട്ടില്ല. ഓരോ പുതിയത് കണ്ടെത്തുമ്പോൾ നമ്മളത് പഠിക്കുന്നു, അറിയുന്നു എന്ന് മാത്രം. അപ്പോൾ ഒരു സെല്ലിനെ പോലും നമുക്ക് പൂർണ്ണമായിട്ട് അറിയാൻ പറ്റില്ലെങ്കിൽ ഇത്രയധികം കോടാനുകോടി സെല്ലുകൾ ഇത്രയും കോർഡിനേറ്റഡ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിസ്റ്റം നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ അഹങ്കരിക്കരുത്. കാരണം അത് സാധിക്കില്ല. നമുക്കത് ആ ഒരു പ്രത്യേക സിസ്റ്റം കൃത്യമായിട്ട് പ്രവർത്തിക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയെ നമ്മൾക്കൊന്ന് ഇടപെടുത്താതിരിക്കാം, നമുക്കൊന്നൊരു ബ്രേക്ക് കൊടുക്കാം. അത് സ്വന്തമായിട്ട് ഹീലിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതെ നമുക്കൊന്ന് ഇരുന്നു കൊടുക്കാം. ആ ഇരുന്നു കൊടുക്കൽ എങ്ങനെ വേണം, ശാസ്ത്രീയമായിട്ട് എങ്ങനെ ഇരുന്നു കൊടുക്കാം എന്നുള്ളതാണ് വാസ്തവത്തിൽ ഈ ഫാസ്റ്റിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ ജീവനത്തിൽ ചെയ്യുന്ന ഒരു ചികിത്സ. അതിൽ വരുന്ന ഏത് ക്രൈസിസും കുറച്ച് സമയം മാത്രം ആയുസുള്ളതാണ്. ഇപ്പോൾ വയറിന് വേദന വന്നു, മനം പുരട്ടൽ വന്നു, ഛർദി വന്നു, ചിലപ്പോൾ ഒരു ദിവസം ഉറക്കം പോയി, ഇങ്ങനെയുള്ള പല പല ക്രൈസിസുകളൊക്കെ നമുക്ക് വരാം. പക്ഷെ എല്ലാം കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉള്ളൂ. ചില ആളുകൾക്ക് കണ്ണൊക്കെ ബ്ലറാവും, നമ്മുടെ ടേസ്റ്റ് ഒന്നും സുഖകരമല്ലാത്ത, ഇപ്പൊ സാധാരണ പച്ചവെള്ളം പോലും ഒരു രുചിയില്ലാത്ത പോലത്തെ അവസ്ഥയിലേക്കൊക്കെ വരാം. ചിലർക്ക് ഈ ശബ്ദങ്ങളൊക്കെ ഭയങ്കര അലോസരപ്പെടുത്തുന്നുണ്ട്, ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാവാം. സ്മെല്ലുകളും അതല്ലെങ്കിൽ ചെറിയ തണുപ്പ് പോലും ഭയങ്കരമായിട്ട് നമുക്ക് സെൻസിറ്റീവ് ആവുന്നു. അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളും കൂടിയ സെൻസിറ്റിവിറ്റി ഒക്കെ കാണിക്കുന്നതായിട്ടൊക്കെ കാണും ഉപവാസത്തിന്റെ ചില ഘട്ടങ്ങളിൽ. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇതിൽ നിന്നും വിട്ടു നിൽക്കണം. കാരണം ഈ വഴിയിലൂടെയെല്ലാം എൻ്റെ എനർജി കുറെ നഷ്ടപ്പെടും. എൻ്റെ കണ്ണുകൾ മങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീക്ഷ്ണമായിട്ടുള്ള വെളിച്ചത്തിലേക്ക് പോകാൻ എൻ്റെ കണ്ണ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഒരു ബ്രേക്ക് എടുക്കുകയാണ്, എല്ലാറ്റിൽ നിന്നും പിൻവലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു തരത്തിൽ ഇത് ശരീരത്തിന്റെ ഭാഷയാണ്, അല്ലാതെ ഇത് എൻ്റെ എന്നിലുണ്ടായിട്ടുള്ള ഒരു പുതിയ രോഗമല്ല, ശരീരത്തിന്റെ ഒരു ഭാഷ മാത്രമാണിത്. ഈ ഭാഷ അനുസരിച്ച് ഞാൻ മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ ഉപവാസം അത്രമേൽ സുന്ദരമാണ്. കാരണം നമ്മൾ ഒന്നും ചെയ്യാതെ അസുഖങ്ങൾ ഭേദമാവുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ഉപവാസത്തിൽ സംഭവിക്കുന്നത്. എല്ലാ അസുഖങ്ങളും ഭേദമാവുക എന്നുള്ളതല്ല, ശരീരത്തിന് സ്വന്തമായി ഭേദപ്പെടുത്താവുന്ന കണ്ടീഷനിലുള്ള എല്ലാ രോഗങ്ങളും. നമുക്ക് ഭേദപ്പെടുത്താൻ പറ്റാത്ത ഘട്ടങ്ങളിൽ എത്തിയിട്ടുള്ള രോഗങ്ങളുണ്ട്, അത് ഭേദമാക്കാൻ ശരീരത്തിന് കഴിവില്ല. കാരണം പെർമനന്റ് ആയിട്ടുള്ള ചേഞ്ചസിലേക്ക് പലപ്പോഴും ശരീരം എത്തിപ്പെടും. ഇപ്പോൾ ഡിസ്ക് ബൾജ് ഉണ്ടായി വെച്ചാൽ ആ ബൾജ് ഒരു പക്ഷേ പിന്നീട് റിവേഴ്സ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. കാരണം എത്രയോ വർഷം കൊണ്ടാണ് അങ്ങനെ ഒരു സ്ഥാനചലനം ഉണ്ടായിട്ടുള്ളത്. അതിപ്പോ ശരീരത്തിന് സ്വന്തമായി പറ്റില്ല എന്ന് മാത്രമല്ല, ഒരു വൈദ്യശാസ്ത്രത്തിനും അത് തിരിച്ച് തള്ളി പഴയ പൊസിഷനിലേക്ക് വെക്കാനായിട്ട് പറ്റില്ല. ചിലര് ഈ മറ്റേ നാഡി ചികിത്സകരോ അങ്ങനെ പിടിച്ചിടുന്നവർക്കൊക്കെ അങ്ങനെ പറ്റുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം സയന്റിഫിക് ആണ് നമ്മളെ മറയൊന്നും എടുത്ത് നോക്കിയിട്ടൊന്നുമില്ല. എന്തായാലും അതുകൊണ്ട് വേദനകൾ മാറുന്നുണ്ട്. ഈ പിടിച്ചിടുക എന്നൊക്കെ പറയുമല്ലോ നാഡി ചികിത്സകരൊക്കെ. അപ്പൊ അവർക്ക് നമുക്ക് വേദന മാറുന്നുണ്ട് എന്നുള്ളത് തന്നെ വലിയ കാര്യം. പക്ഷെ രണ്ടാമത് ഇതിനെ പൊസിഷൻ കറക്റ്റ് ചെയ്യാനായിട്ട് എത്രത്തോളം സാധിക്കും എന്നുള്ളതിന് നമുക്ക് ശാസ്ത്രീയമായിട്ട് തെളിവ് കുറവുകളുണ്ട്. കാരണം അത് എത്രയോ കാലം കൊണ്ടുണ്ടായിട്ടുള്ള ഒരു മാറ്റത്തെ പെട്ടെന്ന്
നമുക്ക് തിരികെ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പോൾ സർജിക്കലി അത് കറക്ഷൻ നടത്തിയാൽ പോലും പൊസിഷനിലേക്ക് കൊണ്ടുവരല്ല ചെയ്യുന്നത്. അവിടെ എക്സ്ട്രാ ഉള്ളത് ചുരണ്ടി മാറ്റലൊക്കെയാണ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. അങ്ങനെ പെർമനന്റ് ആയിട്ട് ശരീരത്തിൽ സംഭവിച്ചിട്ടുള്ള പല മാറ്റങ്ങളെയും ശരീരത്തിന് തിരികെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. ശരീരത്തിന് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു 85% ഇപ്പോൾ നിലവിലുള്ള രോഗങ്ങളും. ആ 85% പ്രശ്നങ്ങളെയും പരിഹരിക്കാനായിട്ട്, അല്ലെങ്കിൽ 85% പ്രശ്നങ്ങളെയല്ല, 85% രോഗികളിലുമുള്ള രോഗങ്ങൾ തിരികെ നോർമൽ അവസ്ഥയിലേക്ക്, രോഗങ്ങൾ മാറ്റാനായിട്ടുള്ള ഒരു ശേഷി ശരീരത്തിലുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുക. കാരണം അത്രയും പവർഫുള്ളാണ്. ഇപ്പം 85 എന്ന് പറയുന്നത് 100% എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ടല്ല, പക്ഷെ അതിനുള്ള നിയമപരമായിട്ടുള്ള തടസ്സമുണ്ട്. കാരണം പല ചികിത്സകൾക്കും ഇപ്പോൾ ഇപ്പോൾ കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്ന ഒരവസ്ഥയിൽ ഈ ഒരു ഉപവാസ ചികിത്സ തന്നെ ചെയ്ത് രക്ഷപ്പെട്ട ആളുകളെയൊക്കെ നമ്മൾ കഥകളിലൂടെ കേട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ നമുക്കത് പ്രാക്ടീസിലേക്ക് കൊണ്ടുവരാനായിട്ട് തടസ്സമുണ്ട്. നമുക്കിതൊന്നും അസാധ്യം എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല, പക്ഷെ നമ്മൾ ഇപ്പൊ ചെയ്യുന്നില്ല എന്ന് മാത്രം. പക്ഷെ സാധാരണഗതിയിൽ നമുക്കിപ്പോൾ ഇവിടെ വരുന്ന ഓരോരുത്തരുടെയും വിഷയങ്ങൾ മുഴുവൻ തിരികെ കൊണ്ടുവരാൻ പറ്റുന്നവ തന്നെയാണ്. പക്ഷെ ആകെ നമുക്ക് എപ്പോഴും പരിമിതി ഉള്ളത് എവിടെയാ? നമ്മുടെ സമയപരിമിതി ഉണ്ട് എല്ലാവർക്കും. ഇപ്പോൾ അദ്ദേഹം 21 ദിവസം ഉപവാസം ചെയ്തു. അച്ഛൻ 21 ദിവസം ഉപവാസം ചെയ്തത് നിർബന്ധമായിട്ട് ഉപവസിപ്പിച്ചത് തന്നെയാണ്. പിന്നെ അദ്ദേഹത്തിന് സമയം ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. അപ്പൊ അത്രയും വളരെ ആഴത്തിലുള്ള ഉപവാസം ചെയ്യാനായിട്ട് അദ്ദേഹം തയ്യാറായപ്പോൾ ആരോഗ്യത്തിലുണ്ടായത് അത്രയും വലിയ മാറ്റങ്ങളാണ്. അതായത് കുറേ കാലമായിട്ടുണ്ടായിരുന്ന നിരവധി പ്രശ്നങ്ങൾ ഇന്ന് അദ്ദേഹം മറന്നിരിക്കുന്നു. അതിനെക്കുറിച്ച് പറയുന്നില്ല എന്നുള്ളതിന്റെ കാരണം അതാള് മറന്നുപോയി. ഇപ്പോൾ ഇതേ തരത്തിൽ ദീർഘ ഉപവാസം ചെയ്ത് കയറുമ്പോൾ നമുക്കുണ്ടാവുന്നത് ഒരു പുതിയ ജന്മം തന്നെയാണ്. അപ്പൊ കടന്നു പോകുന്ന പല പല ക്രൈസിസുകൾ ഉണ്ടായിരിക്കും. വിഷമസന്ധികളിലൂടെ നമ്മൾ ഉപവാസത്തിൽ കടന്നു പോകുന്നുണ്ടാവും. ഉപവാസം കഴിയുന്നതോട് കൂടിയിട്ട് ഇതെല്ലാം ഒരു സ്വപ്നം പോലെയായി മാറും. അത് മറന്നുപോയി. ഞാൻ സാധാരണ ഉദാഹരണമായിട്ട് പറയാറുണ്ട്, ഇപ്പോൾ സ്ത്രീകൾ പ്രസവിക്കുമ്പോൾ പ്രസവ വേദനയാണ് ഏറ്റവും വലിയ വേദന എന്നാണല്ലോ പറയുന്നത്. പക്ഷേ ഈ പ്രസവം കഴിയുന്നതോടുകൂടി ഏത് പെണ്ണും ഈ വേദന മറന്നു പോകാറുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും അയ്യോ അത് ഭയങ്കര വേദനയായിരുന്നു എന്ന തരത്തിലൊന്നുമല്ല സ്ത്രീകൾ പറയാറുള്ളത്. അതൊരു സന്തോഷമുള്ള ഒരു കാര്യമായിട്ടാണ് മിക്കവാറും ആളുകൾ പറയാറുള്ളത്. അതൊരു ട്രോമയൊന്നും ആവാറില്ല. എന്തുകൊണ്ടാവാത്തത്? കാരണം അത് വലിയൊരു പ്രശ്നമാണെങ്കിൽ പിന്നെയും സ്ത്രീകൾ പ്രസവിക്കില്ലല്ലോ. സ്ത്രീകൾക്ക് ബേസിക്കലി പ്രസവിക്കാനൊക്കെ വലിയ ഇഷ്ടം തന്നെയാണ്. അതിന്റെ കാരണം എന്താ? ഇത്രയും ക്രൈസിസ് ഒക്കെ ആയിരുന്നു എന്ന് പറഞ്ഞാലും, കാരണം ആ ഒരു ക്രൈസിസ് എന്ന് പറഞ്ഞാലും ഒരു പെയിൻ എന്ന് പറഞ്ഞാലും ആ പെയിനിന്റെ അറ്റത്ത് വേറെ എന്തോ ഒരു സന്തോഷം കാണുന്നുണ്ട്. ഇതേ തരത്തിലാണ് ഈ ഫാസ്റ്റിങ്ങിൽ വരുന്ന ക്രൈസിസുകളിലും. ആ ക്രൈസിസ് നമുക്കൊരു ദുഃഖമല്ല തരുന്നത്, അതിന്റെ അറ്റത്തൊരു സന്തോഷമുണ്ട്, എന്തോ ഒരു ലഹരിയുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളതാണ്. നമുക്ക് ഒരു ജന്മത്തിൽ തന്നെ പുനർജന്മം എന്ന് പറയുമ്പോൾ പണ്ട് ഞാൻ ചിന്തിക്കാറുണ്ട്, എന്താണാവോ ഇത് വീണ്ടും മരിച്ചിട്ട് പിന്നെ ജനിച്ചു വരലൊക്കെയാണോന്ന്. പക്ഷെ ഈ ഒരു ഉപവാസ ചികിത്സ തുടങ്ങിയതിന് ശേഷം അതിനൊരു തീരുമാനമായി, ഇതാണ് പുനർജന്മം. വലിയ ഉപവാസത്തിലൂടെ കടന്ന് പോയി ഇതുവരെയുള്ള നമ്മുടെ ലൈഫിലെ വേണ്ടാത്തതിനെ സകലതിനെയും ഉപേക്ഷിക്കുകയും പുതിയതായിട്ട് ഇനി തുടർന്നുള്ള ലൈഫിലേക്ക് വേണ്ട ഒരുപാട് പുതിയ കാര്യങ്ങളെ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് ഒരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യലാണ് വാസ്തവത്തിൽ ഈ ഉപവാസം ചെയ്തതുകൊണ്ട് സംഭവിക്കുന്നത്. ഇപ്പൊ ശരീരത്തിലെ നമുക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യക്ഷമമായി പ്രവർത്തിക്കാത്ത കോശങ്ങളെ പോലും ശരീരം ഉപേക്ഷിക്കുകയാണ് ഉപവാസ സമയത്തിൽ. അത്രയും ആഴത്തിലുള്ള ഒരു ക്ലീനിങ് ആണ് നടക്കുന്നത്. ഇപ്പൊ ചിന്തയിൽ നമുക്ക് ആവശ്യമില്ലാത്തതായിട്ടുള്ള ഒരു ചിന്തയെപ്പോലും ബാക്കി വെക്കാതെ സകലതിനെയും കളയുകയാണ്. ഏറ്റവും പോസിറ്റീവായതിനെ മാത്രം ഉള്ളിൽ വെക്കുക. ഇങ്ങനെയുള്ള വലിയ മാറ്റങ്ങളാണ് വാസ്തവത്തിൽ ഈ ഫാസ്റ്റിങ്ങിലൂടെ നടക്കുന്നത്. അപ്പൊ ഇത്രയും വലിയ ഒരു നേട്ടം നമുക്ക് ഉണ്ടാവണമെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മൾ കഷ്ടപ്പെടേണ്ടതുണ്ടല്ലോ. ഇതിപ്പോ നമ്മളായിട്ട് കഷ്ടപ്പെടേണ്ടതില്ല, പക്ഷെ ശരീരം കഷ്ടപ്പെടുന്നത് നമ്മൾ അറിയുന്നു എന്ന് മാത്രം. അതാണ് ഈ ഫാസ്റ്റിംഗ് സമയത്തെ ക്രൈസിസ് എന്ന് പറയുന്നത്. പക്ഷെ അത് വളരെ പോസിറ്റീവാണ്. ഓക്കെ, ഇതിലെന്താ ചോദിക്കാനൊക്കെ ഉള്ളത്? ഇനി ഡിസ്കഷൻ ഉണ്ടോ? എക്സ്പീരിയൻസ് ചെയ്യും. ക്രൈസിസ് കഴിഞ്ഞോ? ഇല്ല. ക്രൈസിസ് ഓരോരുത്തർക്കേ കുറച്ച്, ശരിക്കും പറഞ്ഞാൽ ക്രൈസിസിൽ നല്ല തീവ്രതയിൽ നിൽക്കുക 2-3 ദിവസം. അത് കഴിഞ്ഞാൽ പിന്നെ അത് കുറയും.
അത് കുറഞ്ഞ് പിന്നെ അത്യാവശ്യം നല്ല നോർമലായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരും. ചില ആളുകളിൽ വലിയ രോഗങ്ങളൊക്കെ ഉള്ള ആളുകളിലാണെങ്കിൽ പിന്നെയും വരും. പക്ഷേ ഇങ്ങനെ ആദ്യം ഇത്രയും കൂടിയ ക്രൈസിസ് ആണ് വന്നതെങ്കിൽ അടുത്ത തവണ അത്രയ്ക്ക് വരില്ല, കുറച്ച് കുറവായിരിക്കും, പിന്നെ അതിലും കുറച്ച് കുറവായിരിക്കും. ഇങ്ങനെ കുറഞ്ഞു കൂടി ചെറിയതായിട്ട് ഇങ്ങനെ പിന്നെ അത് അങ്ങോട്ട് അവസാനിച്ച് പോവുക എന്നുള്ള രീതിയിലാണ് വരിക. അപ്പൊ പലപ്പോഴും ചികിത്സയിലിരിക്കെ പലരോടും പറയാറുണ്ട്, ഇന്നിപ്പോ ക്രൈസിസ് ഒന്നും ഇല്ലാത്ത വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസം വരുമ്പോൾ അപ്പൊ അവര് പ്രതീക്ഷിക്കുന്നത് ഇനിയിപ്പോ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്നുള്ളതാണ്. അപ്പൊ പലരോടും പറയും, ഇന്ന് ശരീരം റെസ്റ്റ് എടുക്കുക, ഇന്ന് ചികിത്സയില്ല. കാരണം ഇതിന് നല്ല എനർജി വേണം എന്ന് പറഞ്ഞല്ലോ, രോഗചികിത്സയ്ക്ക് നല്ല ഇന്ധനം വേണം. അപ്പൊ പ്രാണോർജ്ജം അത്ര അധികം തുടർച്ചയായിട്ട് ഉപയോഗിച്ച് തീർക്കാനായിട്ട് ശരീരം തയ്യാറാവില്ല. ഇന്നൊരു ദിവസം ചികിത്സയില്ല, റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ്, ഇന്ന് റീഫില്ലിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് നല്ല എനർജിയൊക്കെ തോന്നും. പക്ഷെ അതൊന്നും അനാവശ്യമായിട്ടൊന്നും ഉപയോഗിച്ചൊന്നും തീർക്കരുത്. പക്ഷെ ഇനിയും അസ്വസ്ഥതകൾ വരാം. അപ്പൊ ആ ദിവസം റെസ്റ്റ് ചെയ്യുക, വീണ്ടും അസ്വസ്ഥതയില്ലാത്ത ദിവസം വരും, അപ്പൊ വീണ്ടും ബ്രേക്കാണെന്ന് മനസ്സിലാക്കുക. ക്രൈസിസ് വരുന്നുണ്ടെങ്കിൽ അവിടെ ചികിത്സയാണ്. അപ്പൊ അവിടെ ക്ഷീണിപ്പിച്ച് കെടുത്തിക്കൊള്ളണം. നമ്മളെല്ലായ്പ്പോഴും ക്ഷീണം വരിക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര നെഗറ്റീവാണ്. അതായത് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, തൂങ്ങിക്കൂടിയിരിക്കുക അല്ലെങ്കിൽ ഒരു തലയ്ക്കൊക്കെ ഒരു കനൊക്കെ ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര മോശപ്പെട്ട എന്തോ ആണ്. പക്ഷെ അവിടെ ഒരു ചികിത്സ നടക്കുമ്പോഴേ അത് വരുള്ളൂ. ഉപവാസ സമയത്ത് ക്ഷീണം വന്നില്ലെങ്കിൽ കിടന്ന് ക്ഷീണം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇവിടുന്ന് നിർദ്ദേശിക്കുന്ന ഒരു രീതി. ആ ഒരു ദിവസം ഇങ്ങനെ മടി പിടിച്ച് കിടക്കാനായിട്ട് പറ്റണം. കുറേ നേരം കിടന്നു കഴിഞ്ഞാൽ ഒരു മടി വരൂലേ, ഒരു അലസത പോലെ വരൂലേ, അത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വലിയൊരു ചികിത്സ നടക്കുന്നു എന്ന് പറയാം. ഇപ്പോൾ ഒരു ദിവസമോ 2 ദിവസമൊക്കെ ഉപവാസമൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ 3 ദിവസം നമുക്ക് ഒരു ക്ഷീണം ഉണ്ടാവില്ല. അല്ലെങ്കിലും ഉപവാസത്തിൽ നമുക്ക് ഒരു ക്ഷീണം ഉണ്ടാവില്ല. കാരണം നമ്മൾ അത്രയും ഒരു ആഴത്തിലുള്ള ഒരു റെസ്റ്റിലേക്കാണ് പോകുന്നത്. ഇപ്പൊ എക്സസൈസും യോഗയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എനർജി ശരീരത്തിൽ നിന്നും അത്രയും കുറവേ നഷ്ടപ്പെട്ടു പോകുന്നുള്ളൂ. എനർജി വളരെ കുറവേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അത്രയധികം നമുക്ക് എനർജി ഫീൽ ചെയ്യും, നല്ല എനർജറ്റിക് ആയിട്ടാണ് ഫീൽ ചെയ്യുക. പക്ഷെ ആ എനർജി ഒരു തരത്തിലുള്ള ഇതര പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കരുത് എന്ന് തന്നെ പറയും. കാരണം ഇതെല്ലാം ചികിത്സിക്കാനായിട്ട് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് ഉപവാസത്തിൽ ഒരു ക്ഷീണം ഉണ്ടാവാൻ പോകുന്നില്ല. ഉപവാസത്തിൽ ക്ഷീണം ഉണ്ടാക്കണം, കിടന്ന് ക്ഷീണം ഉണ്ടാക്കിയെടുക്കുക. അതല്ലെങ്കിൽ പിന്നെ രോഗവുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക രോഗചികിത്സയൊക്കെ ശരീരം തുടങ്ങുന്ന സമയത്ത് ശരീരം ക്ഷീണം ഉണ്ടാക്കും. അപ്പം അതിനേക്കാൾ ഇപ്പോൾ 1 ദിവസം 2 ദിവസം 3 ദിവസമൊക്കെ ഫാസ്റ്റ് ചെയ്യുമ്പോൾ, ഇനിയിപ്പോൾ ഇവിടുന്ന് പോയതിന് ശേഷം ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഇതാണ് ഏറ്റവും നല്ലത്. ആ ഒരു ദിവസം മടി പിടിച്ച് അവിടെ കിടക്കണം. കുടിക്കാനുള്ള വെള്ളമൊക്കെ അടുത്ത് കൊണ്ടുവന്ന് വെച്ച്, ഇത്തിരി തേനൊക്കെ അടുത്ത് കൊണ്ടുവച്ച് അവിടെ ഒരു ദിവസം റെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ വലിയൊരു ചികിത്സ അവിടെ നടന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. അതിൽ വലിയ ക്രൈസിസുകളൊന്നും ഉണ്ടാവില്ല. 1 ദിവസത്തെ 2 ദിവസത്തെ ഉപവാസത്തിലൊന്നും വലിയ, കാരണം കാര്യമായിട്ടുള്ള ചികിത്സയിലേക്കൊന്നും ശരീരം കിടക്കില്ല. ഇത് സാധാരണ ഒരു പനി പിടിച്ചാൽ പോലും അങ്ങനെ കിടക്കാൻ നമുക്ക് പറ്റണം. കാരണം 1 ദിവസമൊക്കെ വേണ്ടി വരുള്ളൂ. അതല്ല ഇനി അതിന് മരുന്നൊക്കെ കഴിക്കാൻ പോയി കഴിഞ്ഞാൽ കുറേ ദിവസം നമ്മൾ ബ്രേക്ക് എടുക്കേണ്ടതായിട്ട് വരും. ഒരു ക്ഷീണിച്ച് നടക്കേണ്ടതായിട്ട് വരുമല്ലോ. മരുന്നൊക്കെ കഴിച്ചിട്ടാണ് പനി മാറ്റുന്നതെങ്കിൽ അങ്ങനെയല്ലേ. ആ ഒരു 2-3 ദിവസമൊക്കെ മരുന്നൊക്കെ കഴിച്ച് ആ കോഴ്സ് കഴിഞ്ഞു, പിന്നെ അതിന്റെ തലക്കനവും ക്ഷീണവും കഫമൊക്കെ തീരാൻ വേണ്ടിയിട്ട് വീണ്ടും 2 ആഴ്ച വിശപ്പില്ല, വയറ് സുഖമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊന്നുമില്ല. 1 ദിവസം 1.5 ദിവസം ബ്രേക്ക് എടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഉണ്ടായ രോഗം മാറിയെന്ന് മാത്രമല്ല, പിന്നെ നമ്മൾ മറന്നും പോയി. 2ാമത്തെ ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ ഫുൾ ഓണാവുന്ന ഒരവസ്ഥയിലേക്ക് വരും. തുടക്കത്തിൽ തന്നെ ഏതൊരു പ്രശ്നത്തിനും നമ്മൾ പരിഹാരം കണ്ടെത്താൻ തയ്യാറാണ് എന്നും പറഞ്ഞ ഒരു ബ്രേക്ക് എടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ രോഗത്തിന്റെ ആയുസ് ഇത്രയേ ഉള്ളൂ.